ഈ ഒരു ഫിലിം കാണാൻ പോകുന്ന ആളുകളോട് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 80+ വീഡിയോ ആണ്, അല്ലെങ്കിൽ 80+ ഫിലിമാണ്. അതുകൊണ്ട് തന്നെ 12 വയസ്സ് താഴെയുള്ളവർ കാണാതിരിക്കുക. പ്രത്യേകിച്ച് മനോധൈര്യം ഇല്ലാത്ത ആളുകൾ ഈ ഒരു ഫിലിം കാണാൻ നിൽക്കരുത്. കാരണം അത്രത്തോളം ഭീകരമായിട്ടാണ് ഇതിൻ്റെ അകത്ത് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. 2015 ഇറങ്ങിയ ഒരു ഫിലിം, ഡെഡ്ലെസ് എന്നാണ് ഈ ഒരു ഫിലിമിന്റെ പേര്. ഈ ഒരു ഫിലിം കഴിഞ്ഞ ദിവസം ഒന്ന് ഞാൻ കണ്ടു. എൻ്റെ പൊന്നോ, എന്താണ് പറയുന്നത്, വയലൻസ് എവിടെയൊക്കെ നിറയ്ക്കാൻ പറ്റുമോ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ഒരു ഫിലിമാണ്. ഓരോ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുമ്പോഴും എന്തിനോ വേണ്ടി വയലൻസ് ഇങ്ങനെ അഴിച്ചു വിടുകയാണ്. വ്യക്തമായിട്ടുള്ള ഒരു സൈക്കോ കില്ലറിന്റെ ഒരു കഥ. പെൺകുട്ടികളെ മാത്രമാണ് ഈ ഒരു സൈക്കോ കില്ലർ ടാർഗറ്റ് ചെയ്യുന്നത്. പെൺകുട്ടികളെ വളരെ കൊടൂരമായിട്ട് മൃഗീയമായിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മൃഗീയമായിട്ട് എങ്ങനെ കൊല്ലുന്നോ, എന്നിട്ട് അവൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു കഥ പറയുന്ന ഒരു ഫിലിമാണ് 2015 ഇറങ്ങിയിട്ടുള്ള ഡെഡ്ലെസ് എന്ന് പറയുന്ന ഫിലിം. 2008 ഈ ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. ഡെഡ്ലെസിന്റെ വേറൊരു സീരിയസ് മോഡൽ എന്ന് പറയാം, അങ്ങനെ ഒരു ഫിലിം 2008 ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ 2015 ഈ ഒരു ഡെഡ്ലെസ് എന്ന് പറയുന്ന ഫിലിം നിങ്ങൾ കാണുക. വ്യക്തമായിട്ട് എന്തിനാണ് ഇവൻ കൊല്ലുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇവൻ എങ്ങനെയാണ് സൈക്കോ കില്ലർ ആയത്, ഇതെല്ലാം ഈ ഒരു ഫിലിമിൽ പറയുന്നുണ്ട്. ഈ ഒരു ഫിലിമിന്റെ സ്റ്റോറി ഒരു 1 ലൈൻ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്റെ അമ്മയും സഹോദരിയും കൂടി ഇവനെ ചെറുപ്പത്തിൽ ഒരു കൂട്ടിലിട്ടൊക്കെയാണ് വളർത്തുന്നത്. എന്നിട്ട് ഇവനോട് മാക്സിമം ഇവനെ ടോർച്ചർ ചെയ്യുകയും പച്ച മുയലിന്റെ തല, ജീവനുള്ള മുയലിന്റെ തല തിന്നാൻ കൊടുക്കുകയും അതേപോലെ തന്നെ സഹോദരി ഇവനെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടി, അവന്റെ മനോസ്ഥിതി എന്താണെന്നാണ് ഈ ഫിലിമിൽ കാണിക്കുന്നത്. ആദ്യമായിട്ട് ഇവൻ ചെയ്യുന്ന കൊല എന്ന് പറയുന്നത് സഹോദരിയാണ്, രണ്ടാമതായിട്ട് അമ്മയെ, അതും വളരെ ക്രൂരമായിട്ട് തന്നെയാണ് കൊല്ലുന്നത്. പിന്നീട് അങ്ങോട്ട് ഇവന്റെ ആ ഒരു സീരിയൽ കില്ലിങ്ങിന്റെ ആ ഒരു കഥ ഇങ്ങനെ തുടർന്നു വരികയാണ്. ഈ ഒരു ഫിലിം കാണാൻ പോകുന്ന ആളുകളോട് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 80+ വീഡിയോ ആണ്, അല്ലെങ്കിൽ 80+ ഫിലിമാണ്. അതുകൊണ്ട് തന്നെ 12 വയസ്സ് താഴെയുള്ളവർ കാണാതിരിക്കുക. പ്രത്യേകിച്ച് മനോധൈര്യം ഇല്ലാത്ത ആളുകൾ ഈ ഒരു ഫിലിം കാണാൻ നിൽക്കരുത്. കാരണം അത്രത്തോളം ഭീകരമായിട്ടാണ് ഇതിൻ്റെ അകത്ത് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു സൈക്കോ കില്ലർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ജീവനോടെ തന്നെ അവളുടെ അല്ലെങ്കിൽ ആ ഒരു വിക്ടിംസിന്റെ കണ്ണ് പറിച്ചെടുത്തത് തിന്നുക, അതിനുശേഷം കഴുത്തിന്റെ അവിടെ വെച്ച് തല വെട്ടി മാറ്റിയിട്ട് ആ ചോര എടുത്ത് ദേഹത്ത് പുരട്ടുക, മുഖത്ത് പുരട്ടുക, ആ ഒരു രക്തം കുടിക്കുക. അതിനുശേഷം ഈ ഒരു വെട്ടിയെടുത്ത തല കൊണ്ട് തൻ്റെ കാമ ലീലകൾ, അല്ലെങ്കിൽ അവനിക്ക് ലൈംഗികമായിട്ട് സെക്സ് പരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ തലയിട്ട് അതൊക്കെ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫിലിമിൽ കാണിക്കുന്നത്. അതും ഭയങ്കരമായിട്ട് കൊടൂരമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. 1 മണിക്കൂർ 25 മിനിറ്റും 32 സെക്കൻഡുമാണ്, 1.5 മണിക്കൂറാണ് ഏകദേശം ഈ ഒരു ഫിലിം വരുന്നത്. ഈ ഒരു 1.5 മണിക്കൂറിൽ ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും എന്തിനു വേണ്ടി ഭയങ്കരമായിട്ടുള്ള വയലൻസ് ഇവർ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫിലിമിൽ ഡെഡ്ലെസ് 2015 എന്ന് പറയുന്ന ഫിലിമിൽ അത്രത്തോളം മനോധൈര്യമുള്ളവരും മാത്രം കാണുക. ഞാൻ ഇടയ്ക്ക് ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, അത്രത്തോളം ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്ന ആളുകൾക്കറിയാം ഇതൊരു ഫിലിമാണ്, പക്ഷേങ്കിൽ ഈ ഒരു ഫിലിമിലും ഇത്രത്തോളം കാര്യങ്ങൾ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇത് എഴുതിയ ആളുടെ മൈൻഡ് എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അത്രത്തോളം ഒരു സംഭവ ബഹുലമായിട്ടാണ് ഈ ഒരു ഫിലിം എടുത്തു വെച്ചിരിക്കുന്നത്. ക്യാമറ വശത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൊബൈലിലൊക്കെ എടുത്ത പോലെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേങ്കിൽ ഇതിന്റെ കണ്ടന്റ്, ഇവൻ എങ്ങനെയാണ് സൈക്കോ ആകുന്നത്, ഇനി ഇവനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ 1.5 മണിക്കൂറിൽ പറഞ്ഞു തരുന്നുണ്ട്. വളരെ മൃഗീയമായിട്ടുള്ള സൈക്കോപാത്ത് ഫിലിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഫിലിം ഇഷ്ടപ്പെടും. നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഫിലിംസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഫിലിമിന്റെ പേര് മറക്കണ്ട, ഡെഡ്ലെസ് 2015. 2008 ഈ ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ 2015 നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കാം. ടെലഗ്രാം ലിങ്ക് ഇട്ടാൽ കോപ്പിറൈറ്റിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ടെലഗ്രാം ലിങ്ക് ഇടുന്നില്ല. ടെലഗ്രാമിൽ കയറി നിങ്ങൾ ഡെഡ്ലെസ് 2015 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിലിം കിട്ടും. ഇന്നത്തെ സിനിമ സംബന്ധിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുവാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.